നമസ്കാരം. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. ബൃഹദാംബൾ എന്ന അമ്മന് അരക്കാശമ്മൻ എന്ന പേര് വരാനുണ്ടായ കാരണമാണിന്ന് നമ്മൾ അറിയാൻ പോകുന്നത്. ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ പുതുക്കോട്ടൈ എന്ന് പറയുന്ന ജില്ലയിലാണ്. ക്ഷേത്രത്തിന്റെ പേര് തിരുകോകർണം കോവിലാണത്രേ. പറയപ്പെടുന്നത് ഇങ്ങനെയാണ്: 9-ാം നൂറ്റാണ്ടിലാണത്രേ ഈ ക്ഷേത്രം നിർമ്മിച്ചത്. അന്നത്തെ രാജവംശം പിന്നീടുണ്ടായ രാജാക്കന്മാരുടെ കാലത്ത് ഇതിനെ വലുതാക്കുകയും ഇപ്പോൾ ഒരു വലിയ ക്ഷേത്രമായിട്ടാണ് അറിയപ്പെടുന്നത്. ഈ ഒരു പേര് വരാനുണ്ടായ സമയത്ത് രാജഭരണം നടത്തിയിരുന്നത് മാർത്താണ്ഡ ഭൈരവ തൊണ്ടൈമാൻ എന്ന് പറയുന്ന ഭരണകാലത്താണ്. ഈ പരമ്പരയ്ക്കൊരു കീഴ്വഴക്കമുണ്ടായിരുന്നു. എന്തെന്നാൽ രാജ്യവുമായി ബന്ധപ്പെട്ട എന്ത് കാര്യവും ദേവിയോട് അനുവാദം ചോദിച്ചിട്ടാണത്രേ നടത്തുക. ആ പ്രദേശത്തെ കുലദേവിയുമാണ്, ഈ രാജവംശത്തിൻ്റെ കുലദൈവവുമാണ് ബൃഹദാംബളമ്മൻ. എന്ത് കാര്യവും രാജ്യവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തീരുമാനങ്ങൾ അല്ലെങ്കിൽ ചെറുതായാലും വലുതായാലും ദേവിയോട് വന്ന് ചോദിക്കുമത്രേ. ചോദിക്കുമെന്ന് പറഞ്ഞാൽ രണ്ട് വ്യക്തികൾ തമ്മിൽ സംസാരിക്കില്ലേ ഉറക്കെ, അതേപോലെയാണ് ദേവിയുടെ മുമ്പിൽ വന്ന് രാജാവ് സംസാരിക്കുന്നത്. അതിന് ആൻസർ ദേവി സ്വപ്നത്തിലാണ് പറഞ്ഞു കൊടുക്കുക. അതിനനുസരിച്ചാണ് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ രാജ്യം ഭരിച്ചിരുന്നത് ആ സമയത്തെ ശരിക്കും ദേവിയാണത്രേ രാജ്യം ഭരിച്ചിരുന്നതെന്ന് പറയപ്പെടുന്നു. അങ്ങനെ ഇരിക്കുന്ന കാലത്ത് രാജ്യവുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു പ്രധാന ഡോക്യുമെൻ്റ് നഷ്ടപ്പെടുകയും, രാജാവാണ്, രാജഭരണകാലമാണ്, അന്വേഷണം ഉണ്ടാവുകയും കൊട്ടാരത്തിൽ അന്വേഷണം നടത്തുകയും ചെയ്തു. എന്നാൽ ആ ഡോക്യുമെൻ്റ് കൊട്ടാരത്തിലൊന്നും കിട്ടിയില്ല. അരിച്ചു പറക്കി, പക്ഷെ കിട്ടിയില്ല. സ്വാഭാവികമായും അന്വേഷണം കൊട്ടാരത്തിന് പുറത്തേക്ക് വ്യാപിപ്പിക്കുകയും അന്വേഷണം നടത്തുകയും ചെയ്തു. പക്ഷെ കിട്ടിയില്ല. അങ്ങനെ മാർത്താണ്ഡ ഭൈരവ തൊണ്ടൈമാൻ രാജാവ് ദേവിയോട് നിന്ന് അഭയം പ്രാപിക്കുകയും ഈ ഒരു ഡോക്യുമെൻ്റ് അമ്മ തന്നെ കണ്ടുപിടിച്ച് തരണമെന്ന് പറയുകയും ചെയ്തു, സമർപ്പിച്ചു. അങ്ങനെ 2 ദിവസത്തിനുള്ളിൽ ഈ ഡോക്യുമെൻ്റ് തിരിച്ചു കിട്ടി എന്നാണ് പറയുന്നത്. അതിൻ്റെ നന്ദി സൂചകവും സന്തോഷവും കൊണ്ട്, രാജഭരണകാലമല്ലേ, അപ്പോൾ കോയിനെല്ലാം ഇഷ്യൂ ചെയ്യാനുള്ള അധികാരമുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അരക്കാശിൽ, സെമി സർക്കിളിലാണത്രേ, കാശിലാണത്രേ ആദ്യം ഈ കോയിൻ ഉണ്ടാക്കിയത്. അതിൽ ഒരു സൈഡിൽ ദേവിയുടെ ചിത്രവും മറു സൈഡിൽ വിജയം എന്നും എഴുതിയിരുന്നു. അത് തെലുങ്കിലാണത്രേ എഴുതിയിരുന്നത്. ആരുടെയൊക്കെ കയ്യിലാണോ ഈ ഒരു കോയിൻ കിട്ടുന്നത് അവർക്ക് ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകും എന്നാണ് പറയപ്പെടുന്നത്. അതുമാത്രമല്ല, അതിനുശേഷം ഉണ്ടാകുന്ന എല്ലാ നവരാത്രിയിലും അവിടെ കൊട്ടാരത്തിൽ വരുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും സമ്മാനങ്ങൾക്കൊപ്പം തന്നെ ഈ ഒരു കോയിനും രാജാവ് കൊടുത്തിരുന്നു അത്രേ. ഇന്നും അവിടെ താമസിക്കുന്ന പഴയ ആൾക്കാരുടെ കയ്യിൽ ഈ കോയിൻ ഉണ്ട് എന്നാണ് പറയുന്നത്. അന്ന് രാജാവിൻ്റെന്ന് കിട്ടിയ കോയിൻ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. ഇത് ആരുടെയൊക്കെ കയ്യിൽ കിട്ടുന്നുവോ അവർക്കെല്ലാം ഐശ്വര്യവും ദേവിയുടെ സാന്നിധ്യം ആ വീട്ടിൽ അല്ലെങ്കിൽ ആ പൂജാമുറിയിൽ വെക്കുമ്പോൾ അവിടെ ദേവിയുടെ സാന്നിധ്യം പറയപ്പെടുന്നു. ഈ കാശിനെ അന്ന് വിളിച്ചിരുന്നത് അമ്മൻ കാശ് എന്നാണ്. അരയിലെ അമ്മൻ കാശ്, അരക്കാശിലെ അമ്മൻ കാശ്. അങ്ങനെയാണ് അത്രേ അരക്കാശമ്മൻ എന്ന പേര് വരാൻ കാരണം. ഈ ദേവിക്ക്, ബൃഹദാംബൾ അമ്മനാണ് അത്രേ ആദ്യമായിട്ട് അരക്കാശമ്മൻ എന്ന പേര് വരാനുണ്ടായ കാരണം. ഇതിൽ കാണാതെ പോയ, ഇപ്പോൾ രാജാവിന് കാണാതെ പോയൊരു സാധനമല്ലേ തിരിച്ചു കിട്ടിയത്. അതുകൊണ്ട് തന്നെ എന്ത് സാധനവും, അത് എന്തു തന്നെ ആയിക്കോട്ടെ, കാണാതെ പോയതോ അല്ലെങ്കിൽ വച്ച സാധനം നമ്മൾക്ക് ഓർമ്മയില്ലാതെ എവിടെയോ വെച്ചു, എന്നോ വെച്ചതാണ്, തിരിച്ചു കിട്ടുന്നില്ല, ഓർമ്മ ഇല്ല, അത് തിരിച്ചു കിട്ടുന്നതിനും എന്ത് തന്നെ ഡോക്യുമെൻറ്റ്സ് ആയാലും സ്വർണ്ണാഭരണങ്ങളായാലും പ്രധാനപ്പെട്ട സർട്ടിഫിക്കറ്റ്സ് ആയാലും
എന്തും തിരിച്ചു കിട്ടും. ഞാന് ഇവിടെ ഒരുപാട് പേരോട് സംസാരിച്ചപ്പോൾ അവരെല്ലാം പറയുന്നത് ഈ ഒരു കഥയാണ്. അവർക്കെല്ലാം അനുഭവം, കഥ മാത്രമല്ല അവരുടെ അനുഭവം ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി. ദേവിയെ മനസ്സിൽ വിചാരിച്ച് എനിക്കിത് തിരിച്ചു കിട്ടണമെന്ന് പറഞ്ഞാൽ വിത്തിൻ മണിക്കൂറിനകം, അല്ലെങ്കിൽ 2 ഡേയ്സ് 3 ഡേയ്സ്, അതിൻ്റെ അപ്പുറം പോവില്ല എന്നാണ് അവരെല്ലാവരും പറയുന്നത്. അപ്പോൾ അതിനുശേഷം അവരെ തിരിച്ചു കിട്ടിയതിന് ശേഷം അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു ഇത് അവർ മണി ഓർഡറായിട്ട് ഇപ്പോൾ അയച്ചു കൊടുക്കുമോ, അങ്ങനെയാണ് അവർ പറയുന്നത് പഴയ ആൾക്കാർ. ഇപ്പോഴുള്ള ആൾക്കാർക്ക് ഇപ്പോൾ ക്ഷേത്രം അടുത്താണെങ്കിൽ അവർ കൊണ്ടുപോയി കൊടുക്കും, അല്ലെങ്കിൽ അയച്ചു കൊടുക്കും അങ്ങനെ. ഇതാണ് ഈ അരക്കാശമ്മൻ എന്ന് പറയുന്ന ദേവിയുടെ കഥ. ശരിക്കും പറഞ്ഞാല് അരക്കാശമ്മൻ എന്ന് പറയുന്ന ദേവിയുടെ കഥയ്ക്ക് പിന്നില് ഒരുപാട് കഥകളുണ്ട്. പക്ഷേ ഈ അരക്കാശമ്മൻ ആണ് ശരിക്കുള്ള പേര് പലവർക്കും അറിയില്ല. ഈ ഒരു കോവിലിൽ തന്നെ ബൃഹദാമ്പൽ എന്ന ദേവിയുടെ പേര് പോലും ആർക്കും അറിയില്ല. അരക്കാശമ്മൻ അരക്കാശമ്മൻ എന്നാണ് അത്ര എല്ലാവരും പറയുന്നത്. അന്വേഷിച്ചപ്പോഴാണ് ഇതിങ്ങനെയാണ് ഉണ്ടായതെന്ന് അറിയാൻ കഴിഞ്ഞത്. ഇത് മാത്രമല്ല, ആ സമയത്ത് വേറൊരു കഥ കൂടി അവർ പറയുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ, ബ്രിട്ടീഷ് ഭരണകാലമാണല്ലോ അന്ന്. ആ സമയത്ത് അവിടെ ഒരു പ്രദേശം ബ്രിട്ടീഷുകാരുടെ കൺട്രോളിലാണെങ്കിലും രാജഭരണം നടക്കുമ്പോൾ തന്നെ ബ്രിട്ടീഷുകാരുടെ ഒരാളുടെ കൺട്രോളിലിരിക്കും ഭരണകാലത്ത്. അപ്പോൾ ആ ഒരു ബ്രിട്ടീഷുകാരൻ ആ ഒരു കൺട്രോൾ ചെയ്യുന്ന ആളുടെ പേര് ദുര എന്നാണ് അത്രേ പറയപ്പെടുന്നത്. ഇവിടെ ഈ പ്രദേശവും അങ്ങനെ ഒരാളിൻ്റെ കൺട്രോളിലാണെന്നും ആയിരുന്നുവെന്നും അദ്ദേഹം തിരിച്ച് ബ്രിട്ടനിലേക്ക് പോകുമ്പോൾ, അതായത് അദ്ദേഹത്തിൻ്റെ ഫാമിലി ബ്രിട്ടനിലാണ്, കടൽ മാർഗം കപ്പലിലാണ് പോയതെന്നും, അപ്പോൾ കപ്പലിൽ പോകുന്ന സമയത്ത് ഭയങ്കരമായിട്ട് കൊടുങ്കാറ്റും മഴയും പേമാരി ഇതെല്ലാം. അപ്പോൾ ക്യാപ്റ്റന് അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇത്രയും ആൾക്കാരുടെ ജീവൻ സുരക്ഷിതമായിട്ട് എത്തുമോ ഇല്ലയോ എന്നുള്ളൊരു സംശയത്തിൽ അദ്ദേഹവും ഭയന്നിരിക്കുന്ന ഒരു ടൈമാണെന്ന് പറയുന്നു. ആ സമയത്ത് ഈ പ്രദേശത്തു നിന്ന് പോകുന്നൊരു ആളാണ്, അതായത് ഇപ്പോഴത്തെ കളക്ടറിൻ്റെ ഒക്കെ പോസ്റ്റായിട്ട് വരും എന്നാണ് അവർ പറയുന്നത്. അദ്ദേഹം ഈ ബൃഹദാമ്പൽ അമ്മനെ വിളിച്ച് പ്രാർത്ഥിക്കുകയും സുരക്ഷിതമായിട്ട് എനിക്ക് എൻ്റെ ഫാമിലിയിൽ എത്തിച്ചേരണം എന്ന് പ്രാർത്ഥിക്കുകയും നിമിഷങ്ങൾക്കകം തന്നെ കാറ്റും മഴയൊക്കെ പോയി എന്നൊക്കെയാണ് പറയുന്നത്. അദ്ദേഹം തിരിച്ച് അവിടെ ഇംഗ്ലണ്ടിലെത്തിയെന്ന്, തിരിച്ച് സുരക്ഷിതമായിട്ട് തന്നെ അവിടെ എത്തിയും തിരിച്ചിവിടെ വന്നിട്ട് നന്ദി സൂചകമായിട്ട് അദ്ദേഹം ഈ ഒരു ക്ഷേത്രത്തിൽ ഒരു വിളക്ക് കൊളുത്തി വെച്ചിട്ടുണ്ടത്രേ. ആ വിളക്ക് ഇന്നും കെടാവിളക്കായിട്ട് നിൽക്കുന്നു എന്ന് പറയുന്നു. ഇന്നും അവിടെ ചെന്നാൽ നമുക്ക് ആ വിളക്ക് കാണാൻ പറ്റും. അന്ന് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിച്ച ദേവിക്ക് നന്ദി സൂചകമായിട്ട് കൊളുത്തി വെച്ച വിളക്ക് ഇന്നും കെടാവിളക്കായിട്ട് അവിടെ നിൽക്കുന്നു എന്ന് പറയുന്നു. ശരിക്കും പറഞ്ഞാൽ ആ കോവിലിൽ ഞാൻ പോയിട്ടില്ല. അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് അവിടെ എത്തിച്ചേരാൻ. ഒരു കാര്യം ഉറപ്പിച്ച് പറയുന്നു, എന്ത് തന്നെ വിഷമങ്ങളുണ്ടായാലും, എന്ത് തന്നെ നിങ്ങൾക്ക് വേണ്ടതോ ജെനുവിനായിരിക്കണമെന്ന് മാത്രം. അരക്കാശമ്മനെ ഒന്ന് മനസ്സിൽ, ആ പേര് കേൾക്കുമ്പോൾ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു മിറാക്കിൾ സംഭവിച്ചിരിക്കും എന്നുള്ളത് സത്യമാണ്. ഞാൻ ലൈവ് ആയിട്ടുള്ള ഒരു അനുഭവം ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അത് തന്നെയാണ്, എനിക്ക് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുകയാണ്, ശരിക്കും അത്ഭുതങ്ങൾ. എത്ര അങ്ങനെയൊക്കെ നടക്കുമോ, ഇങ്ങനെയൊക്കെ നടക്കുമോ എന്ന് നമ്മൾ ഒരു സംശയത്തിൻ്റെ രൂപത്തിൽ ഒന്ന് ചിന്തിക്കുന്ന സ്പോട്ടിൽ തന്നെ നമ്മുടെ മുമ്പിൽ മിറാക്കിൾ പോലെ സംഭവിച്ചിരിക്കും എന്തെങ്കിലും. അതായിരുന്നു എൻ്റെ അനുഭവം. അതുകൊണ്ട് എപ്പോഴെങ്കിലുമൊക്കെ അവസരം കിട്ടുമ്പോൾ എന്നെങ്കിലും ഈ ഒരു കോവിലിൽ വന്ന് പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും അമ്മയുടെ ഒരു വിളി ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ.